നവമി, തിരുവനന്തപുരത്ത് ഇപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട്. അവസാന നിമിഷം ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഭാഗ്യം വരാതിരിക്കേണ്ട എന്നുള്ള തരത്തിൽ ഓടി വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. കൊച്ചിയിലും ആ രീതിയിൽ തന്നെയുള്ളൊരു തിരക്ക് കാണുന്നുണ്ടോ, അതോ ഒരു ഓണം ബമ്പറിൻ്റെ ആവേശം അത്രയ്ക്കില്ലേ? ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ ധനലക്ഷ്മി ലോട്ടറി ഏജൻസിയിലാണ്. ഇവിടെയും ആളുകൾ വന്ന് പൂജാ ബമ്പർ നോക്കുകയാണ്. അവസാനത്തെ നിമിഷത്തിൽ ഭാഗ്യം അടിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര കച്ചവടമില്ല എന്നാണ് അവർ പറയുന്നത്. പൊതുവെ എങ്ങനെ എന്തുകൊണ്ടായിരിക്കും കച്ചവടം കുറവല്ലേ? നമുക്ക് മുതലാളി இது பம்பர் பூஜா பம்பருக்கு வந்து ப்ரைஸ் ஸ்கீம் குறவாம், அது கொண்டுட்டு கச்சவடம் குறவாம். இதே ஓணம் பம்பருக்கு ஃபஸ்ட் ப்ரைஸ் 25 கோடி ரூபா தரணுங்க. പക്ഷേ എല്ലാം ഇപ്പോൾ വന്നിട്ട് GST കൂടിയെ കൊണ്ടിട്ട് എല്ലാം പ്രൈസ് സ്കീം കുറവാണ് കൊണ്ടിട്ട് നമുക്ക് വന്നിട്ട് കച്ചവടം കുറവ്. എന്നാൽ കുഴപ്പമില്ല. ഇവിടെ இந்த ஏரியாவில் நம்ம கடைக்கு வந்துட்டு ஒரு സ്ഥിരം കസ്റ്റമറുണ്ട്, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് കുറച്ച് ടിക്കറ്റ് പെൻഡിങ് ഉണ്ട്. ഇത് വിറ്റ് കഴിഞ്ഞാൽ 2 മണിക്കൂറേ ഉള്ളൂ. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബമ്പർ അടിച്ചിട്ടുണ്ടോ ഇവിടെ മുമ്പ്? ബമ്പർ ഇതുവരെ അടിച്ചിട്ടില്ല. എല്ലാം നിസാര നമ്പറിൽ പോയിക്കൊണ്ടിരിക്കും. ഈ പ്രാവശ്യം കിട്ടുന്നു വന്നിട്ട് ദൈവത്തെല്ലാം പ്രാർത്ഥിച്ചു കിട്ടുന്നു ഒരു ഓർമ്മയുണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ട്. ഇവിടെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അമ്മ പറ, ബമ്പർ എടുത്തോ? എടുത്തിട്ടില്ല, എടുക്കുന്നില്ല, എടുക്കാൻ വരാണ്. തലയ്ക്ക് പോകുന്നുണ്ടോ? ഉണ്ട്. അയ്യപ്പനെ പ്രാർത്ഥിച്ചു. അയ്യപ്പനല്ല, പരമശിവൻ. പരമശിവൻ എന്റെ ആളതാണ്. പരമശിവനെ പ്രാർത്ഥിച്ച ഒരു ബമ്പറങ്ങ് എടുക്കട്ടെ, എടുക്കട്ടെ. കഴിഞ്ഞ തവണ പരിചയമുള്ള ഒരാൾക്ക് ഓണം ബമ്പർ കിട്ടിയില്ലേ? എന്റെ മകനുള്ള ആകാനുള്ള പ്രായമുള്ള പയ്യനാണ് എടുത്തത്. ഞങ്ങൾ തമ്മിൽ ബന്ധുക്കളാണ്. തൊറൂരാണ് അവൻ്റെ വീട്. 8 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആയപ്പോൾ വിളിച്ചിനെ കിട്ടി. അപ്പം ഇതിൻ്റെ ഭാഗ്യമായിരിക്കും. ഇത്തവണ അമ്മയ്ക്ക് അടിക്കട്ടെ. അതെ. ചേട്ടാ, ബമ്പർ എടുത്തോ? എടുത്തു. വലിയ പ്രതീക്ഷയാണ്. ഇതിന് മുമ്പ് അടിച്ചിട്ടുണ്ടോ? ലോട്ടറി അടിച്ചിട്ടുണ്ടോ? மற்ற டிக்கெட்டுகள்லாம் நிறையா 5000 10,000 அடிச்சுது. പിന്നെ வந்து சீரியலோட இன்னும் பிடிக்கல. நம்பர் விழுந்து ஒரு நம்பர் 2 நம்பர்லேயே மாற்றிட்டே வருது. அது எங்கனேன்னு தெரியல, வருது என்னமோ அடிக்கணும்னு எடுத்திருக்கோம். கஷ்டகாலம் வரட்டும். கஷ்டகாலம் எப்போத்தையும் தீருது. 14 வயசுலேருந்து டிக்கெட் எடுத்துருக்கு, 14 வயசில் இருக்கு. இன்னும் നമുക്ക് സീരിയലോട് നിൽക്കല. 14 വയസ്സ് മുതൽ ബമ്പർ എടുക്കുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ട്. ചേട്ടാ, എടുത്തോ? ഒന്നെടുത്ത് വേറെ ഒരെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം എടുക്കാൻ വേണ്ടി പോകും. ഇത് മുമ്പ് എടുക്കാറുണ്ട്. നിസ്സാര നമ്പറിനൊക്കെ വ്യത്യാസമായി പോവാറ്. ഇത്തവണ അടിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയാണല്ലോ നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നത്. മോളെ, എടുത്തോ? അച്ഛൻ്റെയോടൊപ്പം വേണോ എടുത്തേ? ലോട്ടറി എടുത്തോ? എടുത്തൂല്ലേ? അങ്ങനെ கொச்சியோட பைசா கொண்டு தான் எடுத்துடலாம். அதுபோல் சேட்டனுக்கு ப்ரைஸ் எடுக்கும் போது இப்போது அவங்களுக்கு ഇവിടെ நம்ம കടയിൽ നിന്ന് 12 കോടി കിട്ടുന്നു വന്നിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കാം. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും ഇവിടെ വന്ന് ഓണം ബമ്പർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിരയിലെല്ലാം തന്നെ ലോട്ടറികളുണ്ട്, ലോട്ടറി കച്ചവടക്കാരുണ്ട്. ചേട്ടാ, എടുത്തോ? ഓണം ബമ്പർ കച്ചവടക്കാരാണ്. എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ? കുഴപ്പമില്ല. മുമ്പ് ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ടോ ബമ്പറെല്ലാം? ഇല്ല, നമുക്ക് 5000 അടിച്ചിട്ടുണ്ട്. ബമ്പറിലല്ല, 5000 അടിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയാണ് എല്ലാം. അങ്ങനെ പൂജാ ബമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ കടകളിലും. ചേട്ടാ, എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? ആൾക്കാരൊക്കെ തമിഴിൽ പറഞ്ഞോ? തിരക്കുണ്ടോ? മുമ്പ് ഇവിടുന്ന് ബമ്പർ അടിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ഇവിടെ നിരവധി പേരാണ് ഇവിടെ ബമ്പർ എടുക്കുന്നതിന് വേണ്ടിട്ട്. ചേട്ടാ, നമ്പറൊക്കെ നോക്കി എടുക്കാണ്. നമ്പർ എടുത്ത് ഓർമ്മ എടുത്ത് 5000-ഉം 1000-ഉം ഒക്കെ അടിച്ചിട്ടുണ്ട്. വലിയ തുകയൊന്നും ഇതുവരെയ്ക്കും അടിച്ചിട്ടില്ല. ഇത്തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നു. ഭാഗ്യമല്ലേ? അതെ, എല്ലാരും ഭാഗ്യമാണല്ലോ. അപ്പോ ഭവ്യ, ക്ഷമിക്കണം ശ്രീജ, ഇവിടെ എന്തായാലും പൂജാ ബമ്പർ ഇവിടെ ആളുകൾ ഇവിടെ എടുത്തോണ്ടിരിക്കുകയാണ്. അവസാന മണിക്കൂറുകളാണ്.
എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ബമ്പർ എടുക്കാൻ ഇവിടെ എത്തുന്നതും. വലിയൊരു തിരക്ക് എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ആളുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പൊതുവെ കച്ചവടക്കാർ പറയുന്നത് ഇത്തവണ പൂജാ ബമ്പറിന്റെ ആളുകൾ കുറവാണ് അതെടുക്കുന്നത്, എമൗണ്ട് കുറഞ്ഞത് കൊണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു ഭാഗ്യമാണ് ഇതെല്ലാം. 2 മണിക്ക് ശേഷം നമുക്കറിയാം ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന്. ശ്രീജ ഇത്തവണ ബമ്പർ എടുത്തിട്ടുണ്ടോ? ഞാൻ എന്തായാലും ബമ്പർ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. പക്ഷെ നവമി ഒരു കാര്യം ചെയ്യും, എന്തായാലും അവിടെ നിൽക്കല്ലേ, ഒരു ബമ്പർ എടുത്തിട്ട് വാ, നമുക്ക് 2 പേർക്ക് ഷെയർ ഇടാം. എന്തായാലും വളരെ സന്തോഷം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. നവമി മറക്കണ്ട, ഒന്നുകൂടെ പറയുന്നു, എപ്പോഴാ ഭാഗ്യം തിരഞ്ഞു വരികയെന്ന് പറയാൻ പറ്റില്ല. നമ്മളായിട്ട് അങ്ങോട്ട് ചെന്നാലേ ഭാഗ്യം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ടിക്കറ്റ് എന്തായാലും എടുത്തോളൂ. ഈ സാധാരണ നമ്മൾ എല്ലാവരും ആശംസിക്കും, എല്ലാം നന്നായി വരട്ടെ, കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിക്കും. പക്ഷേ ഈ ലോട്ടറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടട്ടെ എന്ന് നമുക്ക് ഒരാളോടല്ലേ ആശംസിക്കാൻ പറ്റും. അപ്പോൾ എടുത്ത എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ടാവട്ടെ. എന്തായാലും 2 മണി വരെ പ്രതീക്ഷിക്കാൻ സമയമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു പ്രൈസ് കിട്ടട്ടെ. എന്തായാലും കേരളത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സംവിധാനമാണ്, സാമ്പത്തികമായി പിടിച്ചു നിർത്തുന്ന ഒരു സംവിധാനമാണ് കേരള ലോട്ടറി. ആ കേരള സംസ്ഥാന ലോട്ടറിയുടെ 2ാമത്തെ പ്രധാനപ്പെട്ട ഒരു ബമ്പറാണ് ഈ പൂജാ ബമ്പർ. പൂജാ ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് എന്നാണ് വരുന്നത്. നറുക്കെടുപ്പാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ നടക്കുന്നത്. സാധാരണ നമുക്കത് ലൈവായി കാണാനൊക്കെ അവസരം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഫലം പ്രഖ്യാപിക്കലേ ഉണ്ടാവുള്ളൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ഒപ്പം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്